വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ച് ഇന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കുമെന്നൊരു വീഡിയോ ആണ് ഇന്ന് നാം ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കടന്നാലോ. അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചിടുന്നത്. 3 മുട്ട പൊട്ടിച്ചിടണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആ 3 മുട്ടയും നമ്മുടെ ആ ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വലിയ ബൗളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലത്തെ ബീറ്റർ ഉണ്ടെങ്കിൽ ഈ ബീറ്റർ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ സ്പൂണ് വെച്ചോ അഥവാ വിസ്ക് വെച്ചോ അടിച്ചാൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഞാനിവിടെ കപ്പായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ആയിട്ടാണ് 1.5 കപ്പ് കണക്കാക്കുന്നത്. ഇങ്ങനത്തെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇടേണ്ടത്. ഒരു 1/2 കപ്പും കൂടി നമ്മൾ പഞ്ചസാര ആദ്യം നമ്മളൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ ആണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് മെല്ലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. ഇപ്പൊ നമ്മുടെ നേരത്തെ എടുത്ത ആ ഒരു പഞ്ചസാരന്റെ ആ ഒരു ഗ്ലാസ് തന്നെയാണ് നമ്മൾ എടുത്തത്. ഒരു 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ആ ഒരു കേക്ക് ഇതുപോലെ മിക്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് പൊന്തി വരണം. നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പൊന്തി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ആ ഒരു ഇതിട്ട ഒരു അരപ്പ് എടുത്തിട്ട് ഒരു 1.5 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി നമ്മൾ അതിന്റെ കൂടെ ഒരു 1/2 കപ്പാണ് ഇടുന്നത്. നമ്മൾ നേരത്തെ എടുത്ത അതേ ഗ്ലാസ് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന കൊക്കോ പൗഡർ ആണ്. അതൊരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ ഈ ഒരു അരപ്പയിലേക്ക് ഒന്ന് ഇടുകയാണ്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും. നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ ആണ് നമ്മുടെ ഈ ഒരു അരപ്പയിലേക്ക് നാം ഇടുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആണ് ഇടേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മറ്റേത് ബേക്കിംഗ് സോഡയുമാണ്. ഇനി നമുക്ക് ഇതൊന്ന് മെല്ലണ സ്പൂൺ കൊണ്ട് ഇടഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം.
ഇനി നമ്മൾ ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മുടെ ആ കൊക്കോ പൗഡറും മൈദയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു അരപ്പയിലിട്ടിട്ട് ഒന്ന് നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കേക്ക് നല്ലോണം പൊന്തി വരാനും അത് ചോക്ലേറ്റ് കേക്കുമായി മാറാനുമാണ് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ആ ഒരു കൊക്കോ പൗഡറും സോഡാപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് നമ്മുടെ ആ ഒരു കേക്കിന്റെ ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമ്മുടെ ഇതുപോലെയുള്ള ഒരു സ്പൂണോ അഥവാ ഇങ്ങനത്തെ ഉള്ള ഒരു സാധനമോ സ്പൂണോ വെച്ചിട്ട് ബീറ്റർ വെച്ച് ഒരിക്കലും ഇളക്കരുത്. ഇങ്ങനെ മെല്ലണ ഇത് മിക്സ് ആവുന്ന വിധം ഇങ്ങനെ മെല്ലണ ഇളക്കി കൊടുക്കണം. നമ്മൾ കുറേശ്ശെ ഒന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് നല്ല ചോക്ലേറ്റ് പരുവത്തിൽ നിന്ന് ആക്കി എടുക്കണം. ഈ മിക്സിങ് വളരെ സാവകാശമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും ധൃതിപ്പെടരുത്. വളരെ സ്വാവകാശമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പതയൊന്നും പോകാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ആ ഒരു കേക്കിന്റെ നമ്മുടെ ആ ഒരു കൊക്കോ പൗഡറും സോഡാ പൗഡറും ഒക്കെ കൂടി ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നമ്മള് ഒന്ന് മെല്ലണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ഗ്യാസ് അടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ നമുക്ക് ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസിൽ ചെയ്യാനായിട്ടാണ്. ഓവൻ ഉള്ളവർ ഓവനിൽ ചെയ്യുക. ഇനി നമ്മുടെ ആ ഒരു കേക്ക് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മുടെ ഇതുപോലെയുള്ള ഒരു നോൺ സ്റ്റിക് പാത്രമാണ് എടുത്തത്. ഒട്ടും വെള്ളത്തിന്റെ അംശമില്ലാത്ത പാത്രമാണ് നാം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കേക്ക് നമ്മുടെ ആ ഒരു നോൺ സ്റ്റിക് പാനിൽ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ആ ഒരു സൺഫ്ലവർ ഓയില് ഒന്ന് നമ്മുടെ ആ ഒരു നോൺ സ്റ്റിക് പാത്രത്തിലൊന്ന് തിരുമ്പി കൊടുക്കുകയാണ്. എല്ലാ അറ്റത്തേക്കും നമ്മൾ ആ ഒരു സൺഫ്ലവർ ഓയില് എല്ലാ അറ്റത്തേക്കും നമ്മൾ ഒന്ന് തിരുമ്പി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ മൈദപ്പൊടിയും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു മൈദ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ആ ഒരു കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റർ ചെയ്തത്. ഇനി നമ്മുടെ ആ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു നോൺ സ്റ്റിക് പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മെല്ലണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ബാറ്റർ ഒന്ന് മുട്ടി കൊടുക്കുകയാണ്. ഇതുപോലെ അതിന്റെ ഉള്ളിൽ വല്ല എയർ ബബിൾസും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോകാനാണ് ഒന്ന് മുട്ടി കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗ്യാസിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു സംഭവം ആ ഒരു ബാറ്റർ നമ്മുടെ ഈ ഒരു ഗ്യാസിലേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒറ്റ എയർ ടൈറ്റ് ഉണ്ടാവരുത്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വേവാൻ കാത്തു നിൽക്കുക. ഇടയ്ക്ക് ഇത് എപ്പോഴും നമ്മളൊന്ന് തുറന്നു നോക്കണം. ഇടയ്ക്ക് ഒന്ന് ഈർക്കളോണ്ടൊന്ന് നമ്മളൊന്ന് കുത്തി നോക്കണം. ഇത് വേവുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമ്മൾ ആ ഒരു ക്രീം നമ്മുടെ ആ ഒരു മുകളിലുള്ള ആ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഒരു വിപ്പിംഗ് പൗഡറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ളൊരു ഐസ് ഇങ്ങനത്തെ ഉള്ളൊരു പാത്രവും ഇതിന്റെ അടിയിൽ ഒരു ഐസും നല്ല തണുപ്പിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അപ്പം ഇതിലേക്ക് കുറച്ചു വെള്ളത്തിലോ പാലിലോ ആണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഒരു 3 മിനിറ്റ് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കുക. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ സ്പൂണ് വെച്ചോ അഥവാ വിസ്ക് വെച്ചോ അടിച്ചാൽ മതി. ഇങ്ങനെയാണ് നമുക്ക് ക്രീം ഉണ്ടാക്കേണ്ടത്. ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തതാണ്. നമ്മൾ മുങ്ങിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പൊ നല്ല കട്ടിയായിട്ട് നമ്മുടെ ആ ഒരു ക്രീം നല്ല കട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു കേക്ക് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ ഒരു കേക്ക് നമ്മൾ 3 ലെയറായിട്ട് നമ്മൾ മുറിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഒരു 3 ലെയറായിട്ട് നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെറിയ സിറപ്പ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഹോട്ട് വാട്ടറും പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഷുഗറാണ്. ആ ഹോട്ട് വാട്ടറിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുതായിട്ട് 1 ടീസ്പൂണ് നമ്മുടെ ആ ഒരു ചെറി അരിഞ്ഞതാണ്. നമ്മൾ ചെറിയ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ ചെറി അരിയുന്നത്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ചെറിയ സിറപ്പ് നമ്മുടെ ആ ഒരു കേക്കിന്റെ 2 ലെയറിലേക്കും നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ക്രീം നല്ല രീതിയിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് 45 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി ഈ ഒരു ക്രീം നമുക്ക് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് നല്ലപോലെ നമ്മുടെ ഈ ഒരു ക്രീം നല്ലോണം ഈ ഒരു ഫസ്റ്റ് ലെയറിൽ പരത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ നല്ലോണം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ, അതിൻ്റെ മുകളിൽ നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ മേലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറിലും നമുക്ക് നല്ലോണം ഈ ഒരു കോർണറിലൊക്കെ നല്ലോണം ക്രീം അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം ക്രീം നല്ല അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ബാർ, ഇതിന് 100 രൂപയാണ് വേണ്ടത്. ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ബാർ ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിലേക്ക് നല്ലോണം ഒന്ന് കൊടുക്കുക. നല്ലോണം ഇതിന്റെ മുകളിൽ ഒന്ന് വിതറുക. ഇത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ആ ഒരു ഭംഗി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു കേക്കിന്റെ മുകളിൽ മുഴുവനായിട്ടും നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെറി ഞാൻ ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രൂപത്തിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറി മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ജേംസ് ഇടുകയാണ്. നല്ലപോലെ ജേംസ് നമ്മൾ ഇടുകയാണ്. നല്ലോണം ഡെക്കറേറ്റ് ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മുടെ കേക്കിന്റെ പണി മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. ഇത് നമ്മള് ക്രീമൊക്കെ പെരട്ടി ജംസ് ഇട്ടിട്ട് നമ്മൾ ചെറിയൊക്കെ വെച്ചതിന് ശേഷം ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് കാത്തു നിന്നു. ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വരാന് നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മളിപ്പോ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. ഞാനിവിടെ ഒരു പീസ് എടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ്
ചെയ്ത് നോക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു കുഞ്ഞ് ബ്ലാക്ക് ഫോറസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മറക്കാതെ പോയി ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് എല്ലാവരും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ ബൈ.